എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരു ക്രിസ്മസും കൂടെ വരവായി. എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. ഇന്ന് നമുക്കൊരു ചിക്കൻ കറി വയ്ക്കാം. കൂടെ ക്രിസ്മസ് വിശേഷങ്ങളും കാണാം. 8 കിലോ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം. ആവശ്യമായ മറ്റു സാധനങ്ങൾ: 3 കിലോ സവാള, 500 ഗ്രാം ചെറിയ ഉള്ളി, 150 ഗ്രാം ഇഞ്ചി, വെളുത്തുള്ളി ആവശ്യത്തിന്, പച്ചമുളക്, കറിവേപ്പില, തക്കാളിപ്പഴം. ഇനി പൊടിവർഗ്ഗങ്ങൾ ഉണ്ട്, അത് ചേർക്കുമ്പോൾ പറയാം. ഉരുളിയിൽ എണ്ണ ഒഴിച്ച് കടുകിട്ട്, കടുക് പൊട്ടുമ്പോൾ കറിവേപ്പില ഇട്ട് സവാളയും ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇനി തക്കാളിയും ഇട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി പേസ്റ്റ് പോലെ അരച്ചതും ഇട്ട് ഉപ്പും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും കുരുമുളക് പൊടിയും ഇട്ട് നന്നായി വഴറ്റാം. അങ്ങനെ നമ്മുടെ മസാലക്കൂട്ട് റെഡിയായിട്ടുണ്ട്. ഇനി ചിക്കനുമായി മിക്സ് ചെയ്ത് നന്നായി വേവിച്ചെടുക്കാം. ഒരു 40 മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറക്കുമ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മാസമാണ് ഡിസംബർ മാസം. എനിക്ക് ഡിസംബർ മാസം ഒന്നൊന്നുമില്ല, എല്ലാ മാസവും എനിക്കിഷ്ടമാണ്. പിന്നൊരു പ്രത്യേകത ഉണ്ട്. ഡിസംബർ മാസത്തിലാണ് ഞാൻ ജനിക്കുന്നത്. വെളിയിൽ കരോള് പാടുന്നു, ഞാൻ അകത്ത് ജനിക്കുന്നു. ഈ മാസം വളരെ സന്തോഷമുള്ള നാളുകളാണ്. എല്ലാ വീട്ടിലും അലങ്കാരങ്ങൾ, പുൽക്കൂട്, സ്റ്റാർ, ക്രിസ്മസ് ട്രീ, പിന്നെ പ്രത്യേകിച്ച് പള്ളിയിൽ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. കുഞ്ഞുങ്ങളുടെ കലാപരിപാടികൾ, ഡാൻസ്, പാട്ട്, പിന്നെ അവിടെ ക്രിസ്മസ് ട്രീ, അലങ്കാരങ്ങൾ എല്ലാം കാണുമ്പോൾ നല്ല ഒരു സന്തോഷമാണ്. ഇന്ന് നമ്മുടെ വീട്ടിൽ കരോളാണ്. നമുക്കെല്ലാവർക്കും കരോള് കാണാം. അതിനു മുന്നേ നമുക്ക് കുറച്ച് ഒരുക്കങ്ങളുണ്ട്. നമുക്ക് അതിലേക്ക് പോകാം.
സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്ക് ജനിച്ചിരിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ദൈവത്തോട് പ്രാർത്ഥിക്കാം. മാനവരാശിയെ വീണ്ടെടുക്കുവാൻ 2000 വർഷങ്ങൾക്ക് മുന്നമേ കർത്താവായ യേശു സ്വർഗീയ മഹിമകൾ വെടിഞ്ഞു ബേത്ലഹേമിലെ കാൽത്തൊഴുത്തിൽ ധ്യാനം ചെയ്തുന്ന സദ്വാർത്ത ഞങ്ങൾക്കും സഭയായി ഓർക്കുവാനും സന്തോഷം. നിങ്ങളുടെ സഭയുടെ ആഭിമുഖ്യത്തിൽ ഇവിടവാംഗമായി പ്രഘോഷിക്കുവാൻ ദൈവം അവിടുന്ന് കൃപ ചെയ്തിരിക്കുന്നുവല്ലോ. ഭവനത്തിലെ ശ്രീ ശീലാസ് എന്ന പിതാവിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബമായും അനുഗ്രഹിക്കണമേ. ദൈവവിശ്വാസത്തിന്റെ ആഴവും ഉന്നതമായ അനുഭവങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ദൈവറിവിൽ നിൽക്കാൻ തക്കവണ്ണം ദൈവം വിളിച്ചതുകൊണ്ട് സ്വതന്ത്രം കരയിട്ടുന്നു. സ്ഥാപിതാനം നൽകിയ മക്കൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അനൂപിനെയും അജിത്തിനെയും ദൈവം അനുഗ്രഹിക്കണം. അവരുടെ ജീവിതയാത്രയിൽ ദൈവ സാന്നിധ്യം പകരുകയും ഉന്നതമാത്രങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ദൈവം ജീവിതത്തെ പ്രാപ്തമാക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളോടൊപ്പം ക്രൂശുശ്രയെ സംബന്ധിപ്പാനും ദൈവനാമത്തെ പ്രകീർത്തിപ്പാനും ദൈവം അജിത് സഹോദരിക്കൊണ്ട് സ്തോത്രം കരയിട്ടുന്നു. ദൈവം ആദാനങ്ങൾ ദൈവം നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളിന്ന് കരോൾ സന്ദേശം ആരംഭിച്ച നിമിഷം മുതൽ ദൈവം ഞങ്ങളെ പരിപാലിച്ചുവല്ലോ. കാലാവസ്ഥ അനുകൂലമാക്കിയത് കൊണ്ട് സ്തോത്രം കരയിട്ടുന്നു. ഗാനങ്ങൾ ആലപിച്ച, ഇൻസ്ട്രുമെന്റുകൾ ഉപയോഗിച്ച, ദൈവ വചനം പ്രഘോഷിച്ച എല്ലാവരെയും ദൈവം ആശീർവദിക്കണമേ. ഇന്ന് രാത്രി ഭവനങ്ങളിൽ കടന്നുപോയി വിശ്രമിച്ച് പ്രഭാതത്തിൽ ഞങ്ങളുടെ കുഞ്ഞുമക്കൾ എഴുന്നേറ്റ് അവരുടെ വിദ്യാഭ്യാസ മേഖലകളിൽ പ്രത്യേക പരീക്ഷകളിലേക്കും മുതിർന്നവരെയും അവരുടെ ജോലിക്കാരിലേക്കും പ്രവേശിപ്പാൻ തക്കവണ്ണം ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വരുന്ന ക്രിസ്മസും പുതുവത്സരവും ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ദൈവാനുഭവങ്ങളുടേതും പ്രത്യാശയുടേതും ഉന്നതമായ അനുഭവങ്ങളുടേതുമായ ദിനങ്ങളായി ദൈവം പ്രദാനം ചെയ്യപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുമുഖാന്തരം ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണം. സ്വർഗ്ഗസ്ഥനായ പിതാവേ, ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാ ദൈവത്തിന്റെ കൂട്ടായ്മയും സഹവാസവും ഞങ്ങളിന്ന് കരോൾ സന്ദേശം അറിയിച്ച എല്ലാ ഭവനങ്ങളോടും വിശിഷ്യ ഈ ഭവനത്തോടും കരോൾ സംഘത്തോടും ഞങ്ങളെല്ലാവരോടും കുടുംബങ്ങളോടും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ല ഒരു ക്രിസ്മസും പുതുവത്സരവും ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.